പ്രത്യേകിച്ച് നിങ്ങളുടെ ടെലിവിഷൻ ചാനലിനെ പറ്റി ഒരു വാക്ക് പറയണം. ഇത്ര മനോഹരമായി റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടർ ചാനൽ, അത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സംവാദം ഉണ്ടല്ലോ, ആ സുജയ് വൈകിട്ട് കയറി ഞങ്ങൾക്ക് ആഞ്ഞടിക്കുന്ന സംവാദമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളാണ്. നിങ്ങളും അരുണുമായിട്ടൊക്കെയുള്ള ഏറ്റുമുട്ടല് നമ്മുടെ അതൊക്കെ മീറ്റ് ചെയ്തിട്ട് അത് മാത്രമല്ല, നിങ്ങളുടെ MD നമ്മുടെ അദ്ദേഹവുമായിട്ടാണ് നികേഷുമായിട്ടുള്ള ഏറ്റുമുട്ടൽ. അതൊക്കെ നല്ല അതെ ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ. അത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ അവർക്ക് ചർച്ച ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നല്ല നല്ല ഏറ്റുമുട്ടലുകൾ. പിന്നെ നിങ്ങളുടെ ചാനലിനകത്ത് നിങ്ങൾ ത്രൂ ഔട്ട് അരുണും സംഘവും ഈ നവകേരള സദസ്സ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു കൈരളിയെ പോലെ തന്നെ, കൈരളിയാണ് നന്നായി, കാരണം അതിനൊരു വീക്ഷണമുണ്ടല്ലോ, പക്ഷെ കൈരളിയെ പോലെ ഏറ്റവും നന്നായി ഗവൺമെന്റ് ഈ പദ്ധതി ഈ പ്രവർത്തനത്തെ സഹായിച്ചു. വിമർശനങ്ങൾ നിങ്ങൾ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം ജനങ്ങളുടെ വികാരങ്ങളെ ഗവൺമെന്റിന്റെ വികാരങ്ങളെ മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേക അഭിനന്ദനം റിപ്പോർട്ടർ ചാനലിന് ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. പുതിയ വർഷത്തിൽ കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന്. ഉറപ്പായി നമുക്കൊരു സർക്കാരിനോടൊരു വിരോധമോ അങ്ങനെയൊന്നും നമുക്കില്ല. നമുക്ക് എല്ലാവരോടും, അതായത് വിമർശിക്കേണ്ടത് വിമർശിക്കും, എന്നാൽ പറയാനുള്ള നല്ല കാര്യങ്ങൾ അത് കേന്ദ്ര സർക്കാർ ആയാലും സംസ്ഥാന സർക്കാർ ആയാലും നല്ലത് ചെയ്താൽ നല്ലത് ചെയ്തു എന്ന് തന്നെ നമ്മൾ ജനങ്ങളോട് പറയണം. അത് മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ച ഒരു മാധ്യമ പ്രവർത്തനം. ഞങ്ങളുടെ സംഘവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് മിനിസ്റ്റർ, ഞങ്ങൾക്കൊപ്പം ഈ ക്രിസ്മസ് ദിനത്തിൽ ചേർന്നതിന് അങ്ങേക്കും ഹാപ്പി ക്രിസ്മസ്. അതെ, മാധ്യമങ്ങളെല്ലാം അങ്ങനെ ആയിരിക്കണം.